ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് തടയുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. പൌരന്മാരുടെയും രാജ്യത്തിന്റെയും ക്ഷേമത്തിൽ ആശങ്കയുള്ളവർ ഇങ്ങനെ ചെയ്യരുതെന്നും കോടതി വിമർശിച്ചു. കോഴിക്കോട്ടെ എൻഡിഎ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് ജാമ്യം അനുവദിച്ച വിധിയിലാണ് കോടതിയുടെ പരാമർശം. ശബരിമലയിൽ ചിത്തിരാട്ട വിശേഷത്തിനെത്തിയ സ്ത്രീയെ ആക്രമിച്ച കേസിലാണ് കോഴിക്കോട്ടെ ബിജെപി സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിലെ മറ്റ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയ സാഹചര്യത്തിലാണ് പ്രകാശ് ബാബുവിനും ജാമ്യം നൽകിയത്. കേസിലെ മറ്റൊരു പ്രതിയായ കെ സുരേന്ദ്രന് നേരത്തെ ജാമ്യം നൽകിയപ്പോൾ കോടതി നടത്തിയ പരാമർശങ്ങൾ പ്രകാശ് ബാബുവിന് ജാമ്യം നൽകിയ വിധിയിലും കോടതി ഉൾപ്പെടുത്തി. ഹർജിക്കാരനെ പോലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള പദവി വഹിക്കുന്ന വ്യക്തി രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിർഭാഗ്യകരമാണെന്നായിരുന്നു വിധിയിൽ കോടതി രേഖപ്പെടുത്തിയത്. 2 ലക്ഷം രൂപയുടെ ബോണ്ട്, തത്തുല്യമായ തുകയ്ക്കുള്ള ആൾജാമ്യം, പാസ്പോർട്ട് കോടതിയിൽ ഏൽപ്പിക്കണം, തെരഞ്ഞെടുപ്പിന് ശേഷം 4 മാസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് പ്രകാശ് ബാബുവിന് കോടതി ജാമ്യം അനുവദിച്ചത്. മീഡിയ 1, കൊച്ചി.